പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനപഠനവുമായി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പാസ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ ആ ഒരു ടോപ്പിക്കായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. വളരെ അനുഗ്രഹമായി ഈ വെനസ്ഡേ ബൈബിൾ സ്റ്റഡി മുന്നോട്ട് പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കും മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജി ബ്രദറിനും എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ 2025 നമുക്ക് ആദ്യമായിട്ട് തന്ന ഒരു വചന സെഷനാണ്, പഠന സെഷനാണ്. എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു. കാരണം ദൈവം നമ്മളോട് സംസാരിക്കണം, ദൈവം നമ്മളോട് ഇടപെടണം. ഹല്ലേലൂയ. മുഖവരയിൽ സാജി ബ്രദർ പറഞ്ഞതുപോലെ നമുക്ക് വചനം നമ്മൾ യഥാർത്ഥമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. കാരണം യേശുവിനെ നമ്മൾ അറിയുന്നത് വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സിസ്റ്റം നമ്മൾ അറിയുന്നത് വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആവശ്യം ആണെങ്കിൽ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വചനം പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അറിവില്ലാതെ പല പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടാറുണ്ട്. അത് പ്രശ്നം മാത്രമല്ല, അത് നമ്മുടെ ഈവൻ നിത്യജീവന് വരെ ഒരു ഭീഷണിയായിത്തീരുന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ നമ്മളത് അറിയാതിരിക്കുന്നൊരവസ്ഥ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ നോളജ് ഇല്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകും, അല്ലെങ്കിൽ ജനം പ്രവാസത്തിൽ പോകും. അങ്ങനത്തെ ഒക്കെ ചില പ്രശ്നങ്ങൾ ഈ വചനത്തിൻ്റെ പഠന സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ വചനം പഠിക്കുക എന്നുള്ളൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. ഈ സെഷൻ അല്ലെങ്കിൽ എന്നോട് ഈ പുതിയ സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം എന്നെ ഗൈഡ് ചെയ്ത ഭാഗങ്ങൾ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ തന്നെയാണ്. കാരണം അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു മാസക്കാലം പാസ്റ്ററുടെ ആബ്സെൻസിൽ എടുത്ത സമയത്ത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ബ്ലെസ്സഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എടുത്തായിരുന്നു. എങ്കിലും ആ ഒരു ഓർഡറിലല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേദഭാഗങ്ങളാണ്. കാരണം അതിനകത്ത് ഈ 7-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് യേശു ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം അത് ബുദ്ധിയുള്ള മനുഷ്യനോട് ഉപമിച്ചിരിക്കുന്നു. അതിനുശേഷം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കാത്തവനെല്ലാം ബുദ്ധിയില്ലാത്ത മനുഷ്യനെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ ഈ വചനത്തെ രണ്ടു കൂട്ടരും കേട്ടതാണ്. ഒരു കൂട്ടർ പ്രമാണിക്കുന്നു, അത് ബുദ്ധിമാനായിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്രമാണിക്കാത്ത ആളെ ബുദ്ധിയില്ലാത്ത മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ കേൾക്കാൻ പോലും തയ്യാറായില്ലെങ്കിൽ ഈ കമ്പാരിസണിൽ പോലും ആൾക്ക് ഒരു സ്ഥാനം ഇല്ല, ഒരു കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചന വേദഭാഗം സുവിശേഷം 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സിസ്റ്റത്തിലാണ് വചനം എഴുതിയിരിക്കുന്നത്. വചനം അത് യഥാർത്ഥമായി ജീവനുള്ള ഒരു സിസ്റ്റമാണ്. നമ്മളെ യഥാർത്ഥമായി എഡിഫൈ ചെയ്യുന്ന, യഥാർത്ഥമായി നമ്മളെ മാനസാന്തരത്തിലോട്ട് നയിക്കുന്ന പല കാര്യങ്ങളും ചില സമയത്ത് അത് മറഞ്ഞിരിക്കുന്ന, ചില സമയത്ത് മാത്രം അത് വെളിപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലെവൽ അനുസരിച്ച് ഈ വചനം വെളിപ്പെട്ട് വരും. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വായിച്ചു വിട്ട പല ഭാഗങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പതിയാത്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ശ്രദ്ധയിൽ പതിപ്പിക്കുകയും അതിൽ നിന്ന് ദൈവം വളരെ ആഴത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 21-ാം വാക്യം ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ പറയുന്നു:
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഒരു വേദവാക്യമാണ്. നമ്മൾ യേശുവിനോട് എത്രത്തോളം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് എന്തൊക്കെ കേട്ടുവെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഈ ആത്മീയ കാര്യത്തിൽ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞാലും, യേശു ഇവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കടപ്പെട്ടവരാണ്. അത് നമ്മൾ ചെയ്തേ തീരൂ. നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിൻ്റെതായ യേശു പറഞ്ഞിരിക്കുന്ന ഒരു സ്കെയിൽ, ഈ ഒരു പ്രത്യേക വേദഭാഗത്തിനെ ആസ്പദമാക്കി വളരെ വ്യക്തമായി നമ്മൾ എടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറുന്നില്ല എങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ നിന്ന് ഔട്ട് ആകും എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യാം എന്നാണ് നമ്മൾ യഥാർത്ഥമായി പഠിക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം നമ്മൾ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാകും. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, യേശുവിൻ്റെ നാമത്തില് വീര്യപ്രവൃത്തി ചെയ്യുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അതേപോലെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഇനി ഒരു സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം അല്ലേ? കാരണം ഇവിടെ കുറച്ച് യേശു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അത് പറഞ്ഞിട്ട് യേശു അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്. അന്ന് പലരും പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം, അധർമ്മം പ്രവർത്തിക്കുന്നവർ, അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ലോലെസ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ ലോ ഇല്ലാതെ നടക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വേദവാക്യങ്ങളാണ്. അതിനെ ഓരോ ഭയങ്കര ആഴത്തിൽ ഡൈസെക്ട് ചെയ്ത് ഓരോ വാക്കും, അല്ലെങ്കിൽ ഓരോ വാക്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ തന്നെ കറൻഷൻ, ഇതിൻ്റെ ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് യഥാർത്ഥമായി ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യജീവൻ തന്നെ അപകടത്തിലാകുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും, എന്നെ ദൈവം നടത്തിയിരിക്കുന്ന ഒരു രീതിയിൽ നിന്നും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗത്തിൽ പോകാനുള്ള ക്വാളിഫിക്കേഷൻ ബൈബിളിൽ പല ഭാഗത്തും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഫൈൻ. പക്ഷേ അതിലും ഡേഞ്ചറായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എടുക്കേണ്ടത്, സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ എവിടൊക്കെ അത് എഴുതിയിട്ടുണ്ടോ അവിടെ ശരിക്കും നമ്മൾ കമന്ന് വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് യഥാർത്ഥമായി അതിനകത്ത് വെളിപ്പാടും ക്ലാരിറ്റിയും നമ്മൾക്ക് കിട്ടിക്കണം. കാരണം സ്വർഗത്തിൽ പോകുമ്പോൾ ചിലർ പറഞ്ഞു ജീവപുസ്തകത്തിൽ പേരെഴുതി, അല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, അല്ലെങ്കിൽ പലരും ഒരു ആകത്തുകയാണ് ഞാൻ പറയുന്നത്. ചില ഭാഗങ്ങളിൽ സ്വർഗത്തിൽ പോകുന്ന ചില കണ്ടീഷനുണ്ട്. പക്ഷെ ആ ഒരു കണ്ടീഷൻ കൊണ്ട് എൻ്റെ ബൈബിൾ ആകുന്നില്ല, ഒരു കണ്ടീഷൻ മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒറ്റ വാക്യമാണ് സ്വർഗത്തിൽ പോകാനുള്ള ഫൈനൽ എങ്കിൽ ഇത്രയും വലിയ ബൈബിളിന്റെ ആവശ്യമില്ല. അപ്പോ എവിടൊക്കെ നമ്മുടെ ആ നിത്യജീവനെ അപകടത്തിലാക്കുന്ന കാര്യമുണ്ടോ
ആ കാര്യം യഥാർത്ഥമായി വളരെ കോൺസെൻട്രേറ്റ് ചെയ്തും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി, ദൈവമേ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇതിനകത്ത് പെടുവോ? എൻ്റെ അവസ്ഥ എന്താണ്? അങ്ങയുടെ ഈ വചനമാണ്, ഈ വചനം ജീവനുള്ള വചനമാണ്, അങ്ങ് തന്ന പരിശുദ്ധാത്മാവ് തന്ന വചനം, വെറുതെ ഇതിനകത്ത് നിന്ന് എഴുതി വെക്കത്തില്ല. എവിടെയൊക്കെ കണ്ട വെളിപ്പാട് പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ആ വെളിപ്പാട് പുസ്തകത്തിൽ ആ 7 സഭയുടെ ദൂത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയും വളരെ ശ്രദ്ധയോടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പൗലോസും പല സ്ഥലങ്ങളിൽ ഈ വക പ്രവർത്തിക്കുന്നവനൊന്നും സ്വർഗരാജ്യത്തിൽ അവകാശമാക്കില്ല. അങ്ങനെ നമ്മുടെ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് തടസ്സമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടെ അതിനകത്ത് നമ്മൾ കിടന്നോളാം. അതിനകത്ത് ശരിക്കും ഞാനൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെയാണ്. ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തലോ എന്തെങ്കിലും കാര്യത്തിലോ അത് പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്നോട് അത് യഥാർത്ഥമായി സംസാരിക്കണം. എന്നാലേ എനിക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എനിക്ക് എന്നാലേ നിന്ന് പോകാൻ പറ്റുള്ളൂ. എനിക്കതിനെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഞാനത് ഇട്ടേച്ച് പോകുന്ന എൻ്റെ നിത്യജീവനെ ത്രെറ്റ് ചെയ്യുന്നൊരു ഇടപാടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടൊക്കെ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള ക്ലോസ് കിടക്കുന്നോ ആ ക്ലോസ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്നിട്ട് ദൈവത്തോട് യഥാർത്ഥമായി ചോദിച്ച് അതിൻ്റെ കുറ്റം കുറവ്, ഇനിയിപ്പം വൺസ് എല്ലാം വെളിപ്പെട്ടു എന്ന് വെച്ചാലും നമ്മൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലോട്ട് പ്രാവർത്തികമാണെങ്കിൽ അത് പിന്നെയും ദൈവത്തോട് ചോദിച്ചത് മേടിച്ചോണം. അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലാകണമെങ്കിൽ ദൈവം തന്നെ തരണം. നമ്മൾ ആ ഒരു കാര്യത്തിലോട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രവേശിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ആദ്യം വായിച്ച വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്തേ പറ്റൂ. അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വേറെ പല കാര്യം ചെയ്തു, ഇപ്പം ശുശ്രൂഷ പോലും ചെയ്തിട്ട് അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് യു ഹു പ്രാക്ടീസ് ലോലെസ്നെസ് ഡിപ്പാർട്ട് ഫ്രം മീ. അപ്പോൾ ലോലെസ്നെസ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലെ ലോ അല്ല, ഓഫ് കോഴ്സ് ഇത് പുതിയ നിയമത്തിലെ സിസ്റ്റമാണ്. പക്ഷെ എന്നാലും റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലൊക്കെ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്ന ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്, അതായത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ആ ആ പ്രമാണത്തിലല്ല എങ്കിൽ ഡിപ്പാർട്ട് ഫ്രം മീ എന്നാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, കാരണം ആ കാര്യം എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ടൂളായെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ അല്ല. ഹോളി സ്പിരിറ്റ് ആണ് ഭൂതത്തെ പുറത്താക്കുന്നത്, ഹോളി സ്പിരിറ്റ് ആണ് രോഗസൗഖ്യം നൽകുന്നത്, ഹോളി സ്പിരിറ്റ് ആണ് പ്രവചിക്കുന്നത്. അത് നമ്മളൊരു പാത്രമായെന്നേ ഉള്ളൂ, നമ്മുടെ അല്ല. പക്ഷേ നമ്മുടെ ലൈഫ് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അത് വേറെ ഇടപാടാണ്. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. യെസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആരെങ്കിലും അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളുടെ ജീവിതം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ആ അന്യഭാഷ പറഞ്ഞാൽ ഒരു മൊമെന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ആ കാര്യത്തെ നിയന്ത്രിക്കുന്നത്. അതേപോലെ ഉള്ള ആ ദൈവത്തിന്റെ ശക്തിയാൽ വീര്യം അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ സൗഖ്യമാകുന്നതോ പ്രവചിക്കുന്നതോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റിന്റെ എന്ത് തന്നെ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും അത് ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. അതിനകത്ത് നമ്മൾ ഒരു ടൂളായി അല്ലെങ്കിൽ അത് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ലൈഫിന്റെ സ്റ്റെപ്പ്, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് അവിടൊക്കെ വരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിട്ടാണോ ഈ മനുഷ്യൻ ഡിസിഷൻ എടുക്കുന്നത്, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ടാണോ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതിയിലാണോ, അതുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറിച്ച് യഥാർത്ഥമായിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ബേസിക്കലി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ദൈവത്തിന്റെ ഹിതം നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താ?
ദൈവത്തിന്റെ ജനറൽ ഹിതം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതം ഓരോ തരത്തിലാണ് ഡിഫറൻസ് ഉള്ളതാണ്. ഹല്ലേലൂയ. അപ്പോ എന്റെ ജീവിതം ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. അപ്പോ അത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ യേശു പറഞ്ഞു വച്ചേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, എന്തൊക്കെ നമ്മൾ അത്ഭുതങ്ങൾ നടന്നു, അല്ലെങ്കിൽ ആത്മാവിന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ നടന്നു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ ഹിതത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ശരിക്കും ലോസ് സ്പിരിറ്റ് ഓഫ് ലൈഫിന്റെ സിസ്റ്റത്തിലാണോ നമ്മൾ പോകുന്നത്? അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയണം, അതായത് യഥാർത്ഥമായി എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? എനിക്കത് എങ്ങനെ അറിയാൻ പറ്റും? ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ചുമ്മാ നമുക്ക് ഒരു 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 വചനം കേട്ടിട്ട് നമ്മൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു അബീര് പരുത്തണോ, അല്ലെങ്കിൽ ഒരു റാൻഡംലിയോ അല്ലെങ്കിൽ ഒരു പെരിഫറലിയോ ജസ്റ്റ് അതിനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. വ്യക്തമായിട്ട് സോനു എന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണ്? സാജു എന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണ്? ഹല്ലേലൂയ. ഐസക്കങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണ്? ഓരോ 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 വ്യക്തികളെക്കുറിച്ചും ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുവിന്റെ വലിയ സിസ്റ്റം അനുസരിച്ച് തെരഞ്ഞെടുക്കണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ ശരിക്കും അറിയണ്ടേ. ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും ഹല്ലേലൂയ യേശു അവന്റെ സ്വന്തം രക്തം കൊടുത്ത്, സ്വന്തം ജീവൻ കൊടുത്ത്, വീണ്ടെടുക്കപ്പെട്ട വിലയ്ക്ക് മേടിച്ച നമ്മളെ ഹല്ലേലൂയ വ്യക്തമായി മാർഗനിർദ്ദേശം തരാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ ഒരു വിൽ ഉണ്ട്, അത് നമുക്ക് അറിയണ്ടേ. അപ്പോ അങ്ങനെ അറിയണമെങ്കിൽ ചില മാൻഡേറ്ററി കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ദൈവത്തിന്റെ ഈ ഹിതം എന്ന് പറയുന്ന കാര്യം, ദൈവത്തിന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. അതെങ്ങനെ ഞാൻ അറിയും? ബേസിക്കലി ഇനി നമ്മൾ ഒരു കാര്യം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ എങ്ങനെ കുഞ്ഞുങ്ങൾ അറിയും? അവർ അറിയണമെങ്കിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ അവരോട് സംസാരിച്ചാൽ മാത്രമേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഈ ലൈഫിൽ മൊത്തം രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പല മേഖലകളിലും ഹല്ലേലൂയ യഥാർത്ഥമായ ദൈവികമായ കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയണമെങ്കിൽ ദൈവം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും വചനത്തിൽ കൂടെയോ പരിശുദ്ധാത്മാവിന്റെ ഡയറക്റ്റ് ആയിട്ട് റെവലേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവചന ശബ്ദമോ എങ്ങനെയാണെങ്കിലും നമ്മളോട് കിട്ടണം. ഹല്ലേലൂയ. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി ആ കമ്മ്യൂണിക്കേഷൻ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് പുതിയ നിയമ കോണ്ടസ്റ്റിൽ പഴയ നിയമത്തിനേക്കാളും കുറച്ചുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പുതിയ നിയമ കോണ്ടസ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ദാവീദിൻ്റെ ഒക്കെ ലൈഫിൽ ഈവൻ പഴയ നിയമം ആണെങ്കിൽ പോലും ഈ കമ്മ്യൂണിക്കേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ടും മോശയുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ വളരെ, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അസൈൻമെന്റ് മാത്രമല്ല ജീവിതം, നമ്മുടെ എൻ്റെയർ ലൈഫ് എങ്ങനെ പോകണമെന്ന്, അല്ലെങ്കിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം കിട്ടുള്ളൂ എന്നാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള മനസ്സിലിരിപ്പ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അപ്പോ ബേസിക്കലി ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരണം. ആ കമ്മ്യൂണിക്കേഷൻ മെയിൻലി നമുക്ക് യഥാർത്ഥമായി, അല്ലെങ്കിൽ കുറച്ച് ആഴത്തിലും ഡീപ്പിലും വൺസ് ഇൻ എ വൈൽ കിട്ടുന്നൊന്നും അല്ല. അത് യഥാർത്ഥമായ ഡേ ടു ഡേ ലൈഫിലും കണ്ടിന്യൂസ് ആയിട്ട് 24/7 നമ്മൾ ദൈവവുമായിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷനിലും ഇരിക്കണമെങ്കിൽ ഒന്നാമത്തെ മാൻഡേറ്ററി റിക്വയർമെന്റ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടൊരു ലൈഫ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ.
ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള, ഹോളി സ്പിരിറ്റ് യഥാർത്ഥമായി ഫിൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഈ വലിയ വലിയ കാര്യങ്ങളിലോട്ട് നമ്മൾ പോയിട്ട് തന്നെ കാര്യമുള്ളൂ. ഹല്ലേലൂയ. അതൊരു ഭയങ്കരമായിട്ടൊരു ഒരു ഇമ്പോർട്ടൻ്റാണ്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അനദർ മാൻഡേറ്ററി തിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെയൊക്കെ വചനം ഓരോന്ന് എടുക്കുവാണെങ്കിൽ ഒത്തിരി സമയം ഞാൻ ഓൾറെഡി പല സമയത്തായിട്ടും ഇത് കവർ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വചനങ്ങൾ ഞാൻ അതിൻ്റെ പർട്ടിക്കുലർ റെഫറൻസ് ഞാൻ കോട്ട് ചെയ്യുന്നില്ല, സമയം പോകും. അതിനുശേഷം ഇതൊരു വളരെ പ്രീ റിക്വസിറ്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് എടുക്കുന്നില്ല. പക്ഷെ അതിനുശേഷം കുറച്ചുകൂടി നമ്മൾ അടുത്ത സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ റെഫറൻസ് തരാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള അവസ്ഥ വേണം. രണ്ടാമത്തത് പ്രെയർ ലൈഫ് വേണം. ഈ ദൈവത്തിനോട് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥിക്ക്, ഈ സെർവൻറ്റിന്, ഈ ആടിന് എന്താണ് ബോസിൻ്റെ തലയിലിരിക്കുന്നതെന്ന് അറിയുള്ളൂ. അതിന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടൈമാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്, അറ്റ്മോസ്ഫിയറാണ് പ്രെയർ ലൈഫ്. അപ്പം പ്രാർത്ഥിച്ചാലേ നടക്കുകയുള്ളൂ. ഈ പ്രാർത്ഥനയിൽ തന്നെ പല ടൈപ്പുള്ള, നമ്മുടെ ഈ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയിലും അതൊക്കെ ആക്ച്വലി അത് കവേർഡാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യം അങ്ങ് പറഞ്ഞിട്ട് വെച്ചിട്ട് പോവാണ്. പക്ഷേ ആ ഇസഹാക്കൊക്കെ ആ വെളിമ്പ്രദേശ് ധ്യാനിപ്പാൻ പോയെന്ന് പറയുന്നത് പോലെ, ദൈവമേ എന്നോട് യഥാർത്ഥമായി സംസാരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചു സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. യെസ്, ഞാൻ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ്, പരിശുദ്ധാത്മാവ് എന്നോട് സഹായിക്കണം, എന്നോട് ഇടപെടണമേ, എന്നെ കറക്റ്റ് ചെയ്യണം, എന്നെ ക്ലിയർ ആക്കണമേ. എന്താണ് അങ്ങയുടെ മനസ്സിലിരിക്കുന്ന ഇഷ്ടം, എന്താണ് അങ്ങയുടെ പ്ലാൻ എന്ന് നമ്മൾ യഥാർത്ഥമായി ദൈവത്തോട് ചോദിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പയ്യെ സാവധാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതതിൻ്റെ ഒരു രീതിയാണ്. അത് ഐദർ വചനത്തിൽ കൂടിയോ അല്ലെങ്കിൽ ആത്മാവിലൂടെ തന്നെയോ എങ്ങനെയെങ്കിലും ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഓൾവേസ് ഗീവ് സം റൂം, സം സ്പേസ്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ടുള്ള ഒരു 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 സാഹചര്യം പ്രാർത്ഥനയിലും ജീവിതത്തിലും വചനധ്യാനത്തിലും ഉണ്ടാക്കി കൊടുക്കുക. ദൈവം എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ. ഹല്ലേലൂയ. ഗോഡ് ഈസ് റെഡി ടു കമ്മ്യൂണിക്കേറ്റ്. ദൈവം ദൈവത്തിൻ്റെ റൂഹ പോറോട്ട് ചെയ്യുന്ന, അവൻ്റെ മനസ്സ് പൊഴിച്ചു തരുന്ന പ്രൊവർബിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പക്ഷെ പൊഴിച്ചു തരാൻ വേണ്ടി റൂം കൊടുക്കണ്ടേ? നമ്മൾ നമ്മുടേതായ ഒറ്റയടിക്ക് നമ്മുടെ ആവശ്യങ്ങൾ മൊത്തം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന അല്ല പ്രാർത്ഥന. നോ. നമ്മുടെ ആവശ്യം ഹല്ലേലൂയ ഒക്കെ ശരിയാണ്. പക്ഷെ സംസാരിച്ചോ കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആവശ്യം നമുക്ക് അറിയണമെങ്കിൽ ദൈവത്തിന് കുറച്ച് സമയം കൊടുക്കണ്ടേ? നമ്മളേതെങ്കിലും ഇപ്പം ഇവിടെ കോശിയങ്ങളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കോശിയങ്ങളുടെ റൂമിലോട്ട് ഓടി വന്ന്, അല്ലെങ്കിൽ എന്തേ സാറേ എനിക്കിത് വേണം, ടക്ക് 1 2 3 എന്ന് ലിസ്റ്റ് പറഞ്ഞിട്ട് കോശിയങ്ങൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ ആള് റൂം വിട്ട് പോയി കഴിഞ്ഞാൽ കോശിയങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല. കോശിയങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. ഓടി വരുന്നു, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ദൈവത്തിനോട് സംസാരിക്കണം, ദൈവത്തിനോട് ഇടപെടണമേ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ, അങ്ങനെ നമ്മളൊരു ലിസണറായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ അങ്ങനെ ലിസണറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ രണ്ട് കാര്യം അതിനകത്തും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒന്ന്, വി ഷുഡ് ബിലീവ് ദാറ്റ് ഗോഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. നമ്മൾ വിശ്വസിക്കണം. ഇത് ഫാക്റ്റ് ആക്ച്വലി. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. വചനത്തെ ത്രൂ ഔട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ പ്രാക്ച്വൽ വോയിസിൽ സംസാരിക്കണമെന്നല്ല. സംഹൗ ഗോഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധാത്മ നമ്മളോട് സംസാരിച്ചേ പറ്റൂ, നമ്മളോട് ഇടപെട്ടേ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ബിലീവ് ദാറ്റ് ഗോഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. സെക്കൻഡ്, വി ഷുഡ് റെഡി ടു ലിസൺ, റെഡി ടു ഹിയർ, ഗീവ് റൂം. നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി, അതിനുവേണ്ടി ദൈവത്തോട് യഥാർത്ഥമായി അപേക്ഷിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അല്ലേ? അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേ, അതിന് വേറൊരു തലമാണ്. അല്ലേ? നമ്മുടെ ലൈഫ് തന്നെ ടോട്ടലി ഒരു വേറൊരു രീതിയിലോട്ട് അതങ്ങ് മാറും. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ഞാൻ
ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, അതിനെ അറിയില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളൂ. ഇനി നമ്മൾ നമ്മളുടെ ആ ടോപ്പിക്കിലോട്ട് ഫർദറായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേറൊരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 7:14 എഴുതിയിരിക്കുന്ന വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. ഇതും ഒരു പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സത്യമാണ്. ഈ വാതിൽ വിശാലമായിട്ട് തുറന്നു കിടക്കുന്ന വാതിലല്ല. വാതിൽ വളരെ ഇടുക്കമുള്ള അല്ലെങ്കിൽ ചെറിയ വാതിലാ. അങ്ങോട്ടുള്ള വഴിയും ചെറുതാ. അപ്പൊ നമ്മൾ തിക്കി നിരക്കി നമ്മളിങ്ങനെ ഇടിച്ച് കേറി അതിനകത്ത് നുഴഞ്ഞ് കേറുവാണ്. അതേസമയം നാശത്തിലോ വഴി എങ്ങനെയാ? നമ്മളെങ്ങനെ പോയാലും ചുമ്മാ ഒരു സ്മൂത്തായിട്ട് നാശത്തിലോട്ട് പൊയ്ക്കോളും. പക്ഷേ ജീവങ്കിലേക്ക് കടക്കുന്ന വഴി ഭയങ്കരമായിട്ട് നമ്മൾ ഇച്ചിരി മല്ല് പിടിച്ച്, നമ്മൾ ബലം പിടിച്ച് വളരെ ടൈറ്റായിട്ട് നമ്മളൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും. ഒരു ചെറിയ ഗുഹയിലോ ചെറിയൊരു നാരോ പാസേജിലൂടെ ഇടിച്ചു കയറുന്ന പോലത്തെ ഒരു അവസ്ഥയാ. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ വേദന എടുക്കും. ഇച്ചിരി ബുദ്ധിമുട്ടാ. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. അപ്പൊ ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സത്യമാണ്. അപ്പൊ ഈ ഫണ്ടമെന്റൽസ് നമ്മൾ ഒരിക്കലും മറക്കരുത്. പലപ്പോഴും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും സ്വർഗ്ഗത്തിൽ പോകുന്നുള്ള ചിന്തയാണ്. നോ, ഇറ്റ്സ് നോട്ട്. അതൊരു ലൈ ആണ്. അതങ്ങനെ ഒരു സാധനം ബൈബിളിൽ ഇല്ല. അത് നമ്മുടെ വെറും തോന്നൽ മാത്രം. സാത്താൻ നമ്മുടെ തലയിൽ തോന്നിപ്പിക്കുന്ന തെറ്റായ ചിന്താഗതിയാണ്. ഹല്ലേലൂയ. കാരണം എവിടൊക്കെ, അതുകൊണ്ട് ഞാൻ ആദ്യം പറയും, എവിടൊക്കെ ദൈവം സ്വർഗ്ഗത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കിയേ പറ്റൂ. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ. നമ്മൾ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ്, ഹല്ലേലൂയ, നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ഒരു അവസ്ഥ, പ്രെയർ ലൈഫ്, അതുപോലെ നമ്മളൊരു ഗുഡ് ലിസണർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ സാധനം മാൻഡേറ്ററി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രീ റിക്വസിറ്റ് ആണ്. ഇനിയും ഈ ഒരു സത്യം കൂടി മനസ്സിലാക്കിയാൽ, നമ്മൾ ഇച്ചിരി പാടുപെട്ടേ കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ, ഈ ഒരു കാര്യങ്ങളിൽ ഞാൻ പറയുന്ന ഒരു 1, 2, 3 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് മെയിനായിട്ട് 2 തീമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 21 ഒന്ന് വായിക്കാം. 2 തീമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒതുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. Amen. Hallelujah. Therefore, if anyone cleanse himself from these things, he will be a vessel for honor, sanctified, useful to the master, prepared for every good work. ബേസിക്കലി നമ്മൾ എവിടെയാ തുടങ്ങി? യേശു എന്താ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെ അല്ലെങ്കിൽ വലിയ സംഭവം ചെയ്യുന്നതിന് കാര്യമില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ, മാസ്റ്ററുടെ ഉപയോഗത്തിനാണോ നമ്മളായിരിക്കുന്നത്? മാസ്റ്ററുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഡിഫൈൻ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിൽ നിന്നാണ് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കാര്യം പറഞ്ഞ്, അതിൽ നിന്ന് ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു. പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോ വെടിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ഹോളിനെസ് ഇല്ലെങ്കിൽ, നമ്മൾ യഥാർത്ഥമായി കൺഫസ് ചെയ്യേണ്ടതുപോലെ കൺഫസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പല മിസ്റ്റേക്കുകൾ, പല വീഴ്ചകൾ, പല താഴ്ചകൾ, പല പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു യഥാർത്ഥമായ ശുദ്ധീകരണമാണ്. അത് നമ്മളിപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്ത പല മിസ്റ്റേക്കുകൾ, പല കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട്, മാതാപിതാക്കളുമായിട്ട്, കൂട്ടുകാരുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പല മേഖലകളിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ രഹസ്യത്തിൽ, പരസ്യത്തിലൊക്കെ വന്നുപോയ പല പല വീഴ്ചകൾ, താഴ്ചകൾ, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ദൈവമേ, ഇതൊക്കെ ഏറ്റുപറഞ്ഞ ഒരു അവസ്ഥയിൽ മാത്രമേ ദൈവത്തിൻ്റെ വർക്ക് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ. ദൈവത്തിന് എന്നാൽ മാത്രമേ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരാൾ കുടിക്കാൻ വെള്ളം കൊണ്ടു, അല്ലെങ്കിൽ ഒരു സംഭവമാണ്, ഒരു വലിയൊരു ആളാണ്. ആദ്യം തന്നെ നമ്മൾ ആ പാത്രം ഒന്ന് കഴുകി വെടുപ്പാക്കി നീറ്റായിട്ടുള്ള കപ്പിലെ ആ ഒരു സംഭവം പകരാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഹോളിനെസ് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വർക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഹോളിനെസ് ഓക്കെ അല്ലെങ്കിൽ ഈ വർക്കിലോട്ടൊന്നും ആൾ വിടില്ല. ദൈവം തന്നെ വിടത്തില്ല, അല്ലെങ്കിൽ ആളങ്ങോട്ട് പോകത്തുമില്ല. ഹല്ലേലൂയ. ഇനിയും
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യാക്കോബ് 1:19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ കാണാം. യാക്കോബ് 1:19 മുതൽ താഴോട്ട്. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതൊരു ഒന്ന് ശ്രദ്ധിച്ചോ. ഇനി ദൈവത്തിന്റെ വർക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷന്റെ പലപ്പോഴും നമ്മൾ ഇടിപിടിയുന്ന ഒരു കാര്യം വന്ന് ഉടനെ അങ്ങ് ചെയ്യുവാണ്. പക്ഷേ നോ, ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മൾ കേൾപ്പാൻ വേഗത വേണം. പക്ഷേ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കാനോ ആക്ട് ചെയ്യാനാണെങ്കിൽ യെസ്, ദൈവം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വെയിറ്റ്. ഏത് മനുഷ്യൻ എന്നാ പറയണേ, ഏത് മനുഷ്യനും, ലോകപ്രകാരമുള്ള മനുഷ്യന് ഈ ഒരു ഡെഫിനിഷൻ ഒട്ടും സഹിക്കത്തില്ല. കാരണം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പടപടാന്ന് ആൻസർ പറയണം, അല്ലെങ്കിൽ അമ്മാര് ഉത്തരം പറയണം. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ പിടിച്ചു നിൽക്കണേ, ദൈവത്തിന്റെ സിസ്റ്റത്തിലാണെങ്കിലോ നോ പ്രോബ്ലം, അവർ സംസാരിക്കട്ടെ. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് റിപ്ലൈ ചെയ്യാവൂ, ചോദിച്ചിട്ടേ നമ്മൾ ആക്ഷനിലോട്ട് പോകാവൂ. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി വെച്ചിട്ട് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കണ്ടോ, പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരാൻ കാരണം എന്താ, നമ്മൾ ഒരു സംഭവം വന്നു ഉടൻ തന്നെ പ്രതികരിച്ചു, അത് കോപമായി പ്രശ്നമായി. അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനം വളരെ സൗമ്യതയോടെ കൈക്കൊള്ളണം. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശ്രദ്ധിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. അതെ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഹല്ലേലൂയ. ഇവിടെ അവസാനത്തെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, പ്രവൃത്തി ചെയ്യുന്നവനായി ഭാഗ്യവാനാവും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രവൃത്തിയിലോട്ട് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ഈ വേദഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഇടിപിടിയുന്ന ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ വചനം യഥാർത്ഥമായി പ്രമാണിക്കാത്ത വ്യക്തിയോ, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥമായി വചനം കേട്ടിട്ട് അത് യഥാർത്ഥമായ രീതിയിൽ ചെയ്ത് അതിന്റെ രീതിയിൽ പോകാത്തൊരു വ്യക്തിയോ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തിയിലോട്ട് അങ്ങോട്ട് നമ്മൾ എത്തുപോലുമില്ല. അപ്പൊ ഇതൊക്കെ പ്രീ റിക്വസിറ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:5. 2 കൊരിന്ത്യർ 3:5. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കും, കാരണം വെച്ചാൽ മലയാളത്തിൽ എഴുത്ത് നമ്മുടെ ആ ആശയം യഥാർത്ഥമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ഈ സെക്ഷൻ കൂടും കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ എഴുതുന്നു, നോട്ട് ദാറ്റ് വി ആഡ്യൂക്കേറ്റ് ഇൻ ourselves to consider anything as coming from ourselves, but our adequacy is from God. അത് ഞാൻ മലയാളത്തിൽ കൂടെ വായിക്കാം. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, അതായത് നമ്മളിന്ന് ചിന്തിച്ച ഇതാണ്, ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, നമ്മുടെ ഹോളിനെസ് ഓക്കെ ആക്കിയതിന് ശേഷം, അതിനുശേഷം ഈ ജെയിംസിൽ പറഞ്ഞ അല്ലെങ്കിൽ യാക്കോബിൽ പറഞ്ഞ ആ നമ്മുടെ ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ഒരു ശരിക്കും ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഹോളി സ്പിരിറ്റ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കപ്പാസിറ്റി ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ദൈവം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു കപ്പാസിറ്റി വേണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. അല്ലല്ലോ, അവിടെയാണ് കപ്പാസിറ്റി. ചില വേദഭാഗങ്ങളിൽ ചില വെർഷൻസ് കപ്പാസിറ്റി എന്ന് തന്നെ എഴുതിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബേസിക് ആയിട്ട് എല്ലാ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ചെയ്യാൻ ഉദ്ദേശിക്കണേ, പക്ഷേ നമുക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അത് പക്ഷെ ആരാ തരണേ? ദൈവമാ തരണേ. അല്ലേ പ്രിയ ദൈവമക്കളെ, നമുക്ക് കഴിവില്ല, നമുക്ക് പ്രശ്നമുണ്ട്, യെസ് എന്നൊന്നും ഒരിക്കലും നിരൂപിക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ കഴിവോ നമ്മുടെ ഇല്ലാത്തതൊന്നും അല്ല പ്രശ്നം.
നമ്മൾ റെഡി ആണെങ്കിൽ, വെസല് റെഡിയാണ്, നമ്മൾ ഓക്കെ ആണെങ്കിൽ ദൈവത്തോട് നമ്മുടെ ആ കപ്പാസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ആഡ്വക്കസിക്ക് വേണ്ടി, ആ സഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാനുള്ള കഴിവ് നമുക്ക് നൽകും, കപ്പാസിറ്റി നൽകും. അത് ആത്മീയമായി, ഭൗതികമായി, നമ്മുടെ സാമൂഹ്യമായി എന്ത് കപ്പാസിറ്റിയാണോ വേണ്ടത് അത് ആവശ്യമുള്ള ആ കപ്പാസിറ്റി ദൈവം നൽകി ആ കാര്യത്തെ ദൈവം സാധിപ്പിച്ചെടുക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ഒരു വാക്യം നമ്മളോട് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കേട്ട ആ കാര്യമൊക്കെ പ്രീ റിക്വസിറ്റ് മൊത്തം നമ്മൾ റെഡി ആണെങ്കിൽ, അതെ ഇവൻ എൻ്റെ പ്രവൃത്തിക്ക് കൊള്ളാം, ഇവനെ ഞാൻ ആ കാര്യത്തിലോട്ട് അയക്കട്ടെ, ഹീസ് റെഡി വിത്ത് ദാറ്റ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ മാർഗത്തിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോയതിന് ശേഷമേ ദൈവത്തിൻ്റെ ഇഷ്ടം ഹല്ലേലൂയ നമ്മളിൽ ചെയ്തു തുടങ്ങുള്ളൂ. ഹല്ലേലൂയ. അതെങ്ങനെയാണ് മോശ പ്രവർത്തിച്ചത്, അങ്ങനെയാണ് ദാവീദ് പ്രവർത്തിച്ചത്, അങ്ങനെയാണ് ദാനിയേൽ പ്രവർത്തിച്ചത്, നെഹമ്യ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ളവരാണ്. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളും ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ അവനിൽ നിന്ന് യഥാർത്ഥമായി കേട്ട് അവൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ തന്നെയായി അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.